വിസിലൊടിയോടുകൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. ഞാൻ ആദ്യമേ തന്നെ ചോറ് തിളപ്പിച്ച് അടച്ചു വെച്ചു കേട്ടോ. എന്നിട്ടാണ് നമ്മുടെ ചെറുപയറാണ് കുക്കറിൽ വേവിക്കാൻ വെച്ചേക്കണത്. തലേ ദിവസം ഉണ്ടാക്കിയ ചിക്കൻ കറി എങ്ങനെ തീർക്കുമെന്നുള്ളതിൻ്റെ ആലോചനയിൽ പുട്ടല്ലെങ്കിൽ ദോശ, അല്ലെങ്കിൽ ഇടിയപ്പം, അല്ലെങ്കിൽ ചപ്പാത്തി, അല്ലെങ്കിൽ ബ്രെഡ്, ഇത്രയും സാധനങ്ങളാണ് വന്നത്. ഇതൊന്നും ഉണ്ടാക്കാൻ എനിക്കിന്ന് രാവിലെ നേരമില്ലാതിരുന്നത് കൊണ്ട് ഞാൻ നേരെ പോയി ഒരു ബ്രെഡ് മേടിച്ചു. വീടിൻ്റെ തൊട്ടടുത്തൊരു കടയുള്ളത് കൊണ്ട് എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓടിപ്പോയി മേടിക്കുക എന്നുള്ളത് ഇപ്പം എൻ്റെ ഒരു ശീലമായിട്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ മന്ത്ലി നിങ്ങൾ സാധനങ്ങൾ മേടിക്കുന്നതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ ഞാനൊന്നും മടിക്കുന്നത്. പക്ഷേ ഈ മാസം എന്തായാലും ഞങ്ങൾ പലചരക്ക് കടയിൽ നിന്ന് ഒന്നിച്ചാണ് സാധനങ്ങൾ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അപ്പോൾ ലിസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചെറുപയർ കുറച്ചങ്ങ് വെന്തങ്ങ് പോയി. അത് ഞാൻ ഒരു കറി പോലെയല്ല, കറി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒന്ന് ഇതുപോലെ ആക്കി എടുക്കുന്നുണ്ട്. നമ്മളിതാ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി മൊരിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ പാനിലും ഞാൻ എപ്പോഴും നിങ്ങളെ പറഞ്ഞു കുത്തിപ്പിക്കുന്ന തക്കാളി മുട്ട ആ ഒരു റോസ്റ്റോ കറിയോ എന്ത് വേണമെങ്കിലും പറയാം, അതുണ്ടാക്കിയെടുക്കുന്നത്. നമ്മളിതിലേക്ക് വേറെ പ്രത്യേകിച്ച് പൊടികളോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഈ മൊരിഞ്ഞ് വരുന്ന നമ്മുടെ ഉള്ളി വെളുത്തുള്ളി മസാല കൂട്ടിലേക്ക് ചേർക്കുന്നുള്ളൂ. അതിലേക്ക് ഞാൻ ചെറുപയർ വേവിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല വെന്തങ്ങ് പോയെന്നേ, ഒരു വിസിലങ്ങ് എക്സ്ട്രാ അങ്ങ് അടിച്ചു പോയി. അങ്ങനെ തക്കാളി ആ മുരിവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കുക. കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ ചെറുപയർ കറിയൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അങ്ങനെ ഇറക്കി വയ്ക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചെറുപയർ കറി നന്നായിട്ട് വേപ്പിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഈ കറി ഒന്നെങ്കിൽ ആ തക്കാളിയുടെ ആ ഒരു ചട്ടിയിലേക്ക് ഡയറക്റ്റായിട്ട് തക്കാളിയിലേക്ക് നേരിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. പക്ഷേ അതിലും നല്ല ടേസ്റ്റ് നമുക്കിതാ ഇങ്ങനെ സെപ്പറേറ്റ് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ചെയ്യുന്നതാണ്. ഇത് ടേസ്റ്റിൻ്റെ കാര്യമല്ല, നമുക്ക് മുട്ട തീരെ കലങ്ങി അങ്ങ് പോകും നമ്മൾ തക്കാളിയിലേക്ക് ഇട്ടിട്ട് ചിക്കി എടുക്കുമ്പോൾ. സെപ്പറേറ്റ് നമ്മളൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചിക്കി എടുത്തിട്ട് ആ തക്കാളി ഇങ്ങടേക്ക് ഇടുകയാണെങ്കിൽ ഒരുപാട് അങ്ങ് കലങ്ങി തരിതരിയായിട്ട് പോവില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ മുട്ട ഒന്ന് കാണാനും കഴിക്കാനും കടിക്കാനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മുട്ട ചിക്കിയതിലേക്ക് ഞാൻ തക്കാളി കറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും തക്കാളിയിലേക്കാണ് മുട്ട പൊട്ടിച്ചൊഴിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അവസാനം നന്നായിട്ടൊന്ന് വരട്ടിയെടുത്ത ശേഷം കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. ഈ കറി മാത്രം മതി ചോറ് തിന്നാനായിട്ട്. പക്ഷേ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പം നോൺ വെജ് കഴിക്കാത്ത, മുട്ട കഴിക്കാത്ത ആൾക്കാരൊക്കെ, നോൺ വെജ് കഴിക്കാത്തല്ല, അത് തന്നെ കഴിക്കാത്ത, മുട്ട കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തക്കാളി മാത്രമൊക്കെ ആയിരിക്കും നല്ലതെന്നൊക്കെ ആയിരിക്കും അഭിപ്രായം പറയാം. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. അപ്പോൾ അത് നമുക്ക് ഇപ്പം തക്കാളിയും കുറച്ചുള്ളൂ, 2 മുട്ടയുള്ളൂ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് കുറച്ചധികം കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ തക്കാളി ഉണ്ടാക്കിയ അതേ പാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മഞ്ഞളും മുളകും മുരിയിച്ച് കുറച്ച് വേപ്പില ഇട്ട ശേഷം ഞാൻ അതിലേക്ക് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഉരുളക്കിഴങ്ങിൽ ഇവിടെ ഇപ്പോൾ ജോക്കൂട്ടിന് സന്തോഷമായിരിക്കും കേട്ടോ. കാരണം ഉള്ളിയും മുളകും ഒന്നും ഇല്ലല്ലോ, അതായത് പച്ചമുളകും കാര്യങ്ങളൊന്നും കാണാനില്ല, കുറച്ച് വേപ്പിലയിലേ ഉള്ളൂ. അപ്പോൾ അവന് ഇഷ്ടപ്പെടും ഈ കറി. അങ്ങനെ ഇതിപ്പോൾ ഒന്നും തൊടാണ്ട് നല്ല ഭംഗിയിൽ നല്ല ടേസ്റ്റിൽ കിട്ടും. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഫ്രൈ നല്ല റോസ്റ്റ് പോലെ നമുക്ക് നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ബ്രെഡാണ് നമുക്കിന്ന് മേടിച്ചേക്കുന്നത്. അപ്പോൾ ബ്രെഡ് ഒരു ഇച്ചിരി നെയ്യ് പുരട്ടിയിട്ട് അപ്പുറം ഇപ്പുറം, ബട്ടറൊക്കെ തീർന്നു പോയി, അപ്പോൾ ഞാൻ നെയ്യ് പുരട്ടിയിട്ടാണ് അപ്പുറം ഇപ്പുറമൊക്കെ അങ്ങോട്ട് ചുറ്റിച്ചെടുക്കുക. ഞാൻ പലപ്പോഴും നെയ്യ് തന്നെയാണ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നടുക്ക് ഞാൻ ഒരു ചീസിൻ്റെ പീസ് ഇങ്ങനെ, നമുക്കതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണല്ലോ കിട്ടുന്നത്, നടുവേ ഇങ്ങനെ മുറിച്ചിട്ട് രണ്ട് ബ്രെഡിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു 10 സെക്കൻഡും കൂടി ഒന്നും കൂടി ആ പാനിൽ വെച്ചിട്ട് അങ്ങോട്ടും മറിച്ചിട്ട് ചൂടാക്കി എടുക്കും. അപ്പോൾ ആ ചിക്കൻ കറി ഇതിൻ്റെ അരികത്ത് ഇച്ചിരി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വേറെ ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നും വേണ്ട, ഇത് 4 കഷ്ണം അങ്ങോട്ട് കഴിക്കുമ്പോഴത്തേനും വയറ് നിറഞ്ഞോളും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റാക്കി പിള്ളേരൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് ഇച്ചിരി ലോങ് വീഡിയോ ഇതാക്കാൻ കാരണം എന്നോട് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു 1-2 പേര് പല വീഡിയോകളിലായിട്ട്. അപ്പോൾ അതങ്ങ് കാണിക്കാമല്ലോ എന്ന് ഓർത്തിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഞാൻ മേശപ്പുറത്ത് കൊണ്ട് വെക്കൽ കുറവാണ്, കാരണം ഈച്ച വന്നിരിക്കും. ഇവർ റെഡിയായി വരുന്നു എന്ന് കണ്ടാൽ മാത്രമേ ഞാൻ കൊണ്ടു വെക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവർ വന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് എപ്പോഴും ചെയ്യാം. അങ്ങനെ പിന്നെ പതിവ് പോലെ നമ്മൾ നമ്മുടെ ലഞ്ച് ബോക്സൊക്കെ സെറ്റാക്കി വെച്ചു. അത്രയേ ഉള്ളൂ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ടാറ്റ ബൈ.